ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൈസൂർ കൂർഗ് യാത്ര കർണാടക ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ 6 മണിക്ക് തന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു സമയം നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടികൾക്കാണ് മിക്കവാറും സാധ്യത കൂടുതൽ. ആദ്യം കയറി പോകുന്ന വണ്ടികൾ, കാര്യം കുറേ വണ്ടികൾ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മൃഗങ്ങളെല്ലാം പിന്നോട്ട് വലിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്ര തന്നെയാണ്, വളരെ നല്ല ടൈമിങ് തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് കാട്ടാന കൂട്ടങ്ങളെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നല്ല, ഒരുപാടെണ്ണം ഉണ്ട്. എന്തായാലും വളരെ ഭാഗ്യം, വളരെ സന്തോഷം. നല്ല ഒരു കാഴ്ച, നയനമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇനി നമ്മുടെ ഈ ട്രിപ്പിൽ കൂടെയുള്ളത് MYSS SH ഗ്രൂപ്പിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. നമ്മൾ എഴുപുന്നയിൽ തന്നെയുള്ള ഒരു SH ഗ്രൂപ്പാണ് MYSS, മയൂരം യുവജന സ്വാശ്രയ സംഘം. ഇപ്പോൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. വളരെ നല്ല ഒരു യാത്രയാണ്. എന്തായാലും നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അംഗങ്ങളൊക്കെ എല്ലാം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മെമ്പേഴ്സാണ് ഈ വരുന്നവരെല്ലാവരും. അപ്പോൾ ഇത്രയും ഏകദേശം ഞങ്ങൾ 40ഓളം പേരുണ്ടായിരുന്നു. 34 മുതിർന്ന ആൾക്കാരും 6ഓളം കുട്ടികളുമായിരുന്നു ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു ഉറക്കമൊക്കെ ഉണർന്ന് ഒരു മൈസൂരിലേക്ക് കടന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് പോകും തോറും പുതിയ പുതിയ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലാണ്. എന്തായാലും അതിൻ്റെ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മൈസൂർ കൊട്ടാരം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. കർണാടകയിലെ മൈസൂർ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിരവധി നൂറ്റാണ്ടുകളായി മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന മൈസൂരിലെ രാജകുടുംബമായ വോഡയാർമാരുമായി ഇഴചേർന്ന ഈ കൊട്ടാരത്തിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ വോഡയാർ രാജാക്കന്മാർ തങ്ങളുടെ തലസ്ഥാനം മൈസൂരിൽ നിന്നും നിലവിലെ സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് യഥാർത്ഥ കൊട്ടാരം നിർമ്മിച്ചത്. എന്നിരുന്നാലും പ്രകൃതിക്ഷോഭങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും കാരണം കൊട്ടാരം നൂറ്റാണ്ടുകളായി ആവർത്തിച്ച് പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥ തടിക്കൊട്ടാരം 1897 ഒരു രാജകീയ വിവാഹത്തിനിടെ കത്തിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് മഹാരാജ കൃഷ്ണരാജ വോഡയാർ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ പുതിയ കൊട്ടാരം രൂപകൽപ്പന ചെയ്യുവാൻ ചുമതലപ്പെടുത്തുകയുണ്ടായി. 1912 പൂർത്തിയാക്കിയ നിലവിലെ ഘടന ഹിന്ദു, ഇസ്ലാമിക്, ഗോതിക്, രജപുത്ര വസ്തുവിദ്യകൾ സമന്വയിപ്പിച്ച് ഇൻഡോ രാസസൈനിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരം അതിൻ്റെ വലിയ താഴികക്കുടങ്ങൾക്കും കമാനങ്ങൾക്കും ഗോപുരങ്ങൾക്കും പേരുകേട്ടതാണ്. സങ്കീർണമായ കൊത്തുപണികളുള്ള മേൽത്തട്ട്, ഗ്ലാസ് ജാലകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുപ്രേക്ഷകർക്കുള്ള ആചാരപരമായ ഹാൾ, മനോഹരമായി കൊത്തിയെടുത്ത തൂണുകളും പെയിൻറ്റിങ്ങുകളാൽ അലങ്കരിച്ച മേൽക്കൂരകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ദസറ ഉത്സവകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ സ്വർണ്ണ സിംഹാസനം ഈ കൊട്ടാരത്തിലുണ്ട്. കൊട്ടാരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിൻ്റെ സായാഹ്ന പ്രകാശമാണ്. ലക്ഷക്കണക്കിന് ബൾബുകൾ കൊട്ടാരത്തെ പ്രകാശിപ്പിക്കുന്നു. ഒരു മാന്ത്രിക പ്രഭാവം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു.
നൂറ്റാണ്ടുകളായി ആഘോഷിക്കുന്ന മൈസൂർ ദസറ ഉത്സവത്തിൽ ഈ കൊട്ടാരം കേന്ദ്രബിന്ദുവാണ്. ഉത്സവത്തിൽ രാജകീയ ഘോഷയാത്ര, സാംസ്കാരിക പ്രകടനങ്ങൾ, സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ പൈതൃകവും മഹത്തായ പ്രദർശനവും ഉൾപ്പെടുന്നു. ഇന്ന് മൈസൂർ കൊട്ടാരം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒന്നുമാണ്. ഇതിൻ്റെ ചരിത്രം വോഡയാർ രാജവംശത്തിൻ്റെ മഹത്വത്തെയും മൈസൂരിൻ്റെ സാംസ്കാരിക സമൃദ്ധിയെയും ഉയർത്തിക്കാണിക്കുന്നു.